കഴിഞ്ഞ ദിവസം കൗൺസിൽ ചേർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? മണ്ണാർക്കാട് മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ സമ്പൂർണ്ണ പ്രവർത്തക സമിതി കൂടിയിരുന്നു. അതിൽ അടുത്ത് വരാൻ പോണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മണ്ഡലത്തിലുള്ള ഒരാളെ മത്സരിപ്പിക്കണം എന്നാണ് ഐക്യകണ്ഠേന ഒരു തീരുമാനം വന്നത്. അത് മണ്ഡലം കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അറിയിക്കുകയാണ്. അത് ആ തീരുമാനം മണ്ഡലം കമ്മിറ്റിയെയും അതുപോലെ ജില്ലാ കമ്മിറ്റിനെയും സ്റ്റേറ്റ് കമ്മിറ്റിയെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് അവരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അത് സ്റ്റേറ്റ് കമ്മിറ്റി പാണക്കാട് പോവുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നേരിട്ട് നിങ്ങൾ പോവുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു? നേരിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തീരുമാനം. എവിടെയൊക്കെ? പാണക്കാട് സാദിഖലി തങ്ങൾക്ക് കൊടുത്തു. ഏകണ്ഠമായിരുന്നോ തീരുമാനം ഉണ്ടായിരുന്നത്? മണ്ണാർക്കാട് മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി ഐക്യകണ്ഠേനുള്ളൊരു തീരുമാനം തന്നെ. തീരുമാനങ്ങൾ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി പ്രവർത്തക സമിതി എടുത്ത് ഒരു പ്രമേയം അതിൽ വരികയും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി എന്നുള്ളത്. ആ വർക്കിംഗ് കമ്മിറ്റിയിൽ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുതൽ ഉള്ള ആളുകളാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ളത്. ഞങ്ങൾ പ്രവർത്തകരൊരു വികാരമാണ് മണ്ണാർക്കാട് നിന്നൊരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട ബോഡി എന്നുള്ളത് നിയോജക മണ്ഡലം കമ്മിറ്റിയെയും ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന പ്രസിഡൻറ്റിനെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അറിയിക്കുക എന്നുള്ളതാണ്. ഇതിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ്. അപ്പോൾ അവരിൽ നിന്ന് പ്രവർത്തകരെ വികാരം മാനിച്ചുകൊണ്ട് അനുകൂലമായൊരു നിലപാടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പ്രചോദനം എന്താണ്? അല്ല, ഇതിൽ നമ്മൾ ഏകദേശം 15 വർഷം 3 ടേം ഷംസുദ്ദീൻ MLA ഇവിടെ മത്സരിച്ച് അവർ കൃത്യമായിക്കൊണ്ട് ഇവിടുന്ന് വിജയിച്ചു പോയി. അപ്പോൾ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് ഒരു MLA എന്നുള്ളൊരു വികാരമല്ലേ. അപ്പോൾ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരായാലും ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ള ഒരു വികാരമാണ് പ്രവർത്തകർക്കുള്ളത്. ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പ്രവർത്തക സമിതിയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാവാനുണ്ടായ കാരണം. ഇപ്പം ആലനല്ലൂർ നടന്ന ഒരു നേതൃ ക്യാമ്പിൽ അത്തരത്തിലൊരു തീരുമാനം എടുത്തില്ല എന്നാൽ 2 അഭിപ്രായമുണ്ട്. അല്ല, അത് ആ ക്യാമ്പിൽ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്തൊരു വ്യക്തിയാണ് മണ്ണാർക്കാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി എന്നുള്ള നിലക്ക്. അതിൽ ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട്. അതിൽ വന്നൊരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റികളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞും കൊണ്ടായിരിക്കണം വരാനിരിക്കുന്ന നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ പഞ്ചായത്ത് കമ്മിറ്റികളുടെ അഭിപ്രായം ഈ സമയം വരെ ആരാഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് മണ്ണാർക്കാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രവർത്തക സമിതി വിളിച്ച് ഐക്യകണ്ഠേന അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വേണ്ടപ്പെട്ട കമ്മിറ്റികളെ അറിയിക്കാനുണ്ടായ തീരുമാനം. ഇത് ആരൊക്കെ പങ്കെടുത്തിരുന്ന മുനിസിപ്പൽ കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെ ഉണ്ടല്ലോ കമ്മിറ്റികളെ ഈ കമ്മിറ്റിയിൽ? അല്ല, ഏകദേശം ഞങ്ങൾക്ക് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് ഒഫീഷ്യൽ അംഗങ്ങളടക്കം 70 പേരാണുള്ളത്. അതിൽ 50ഓളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതായത് കമ്മിറ്റിയിൽ വരുന്നത് എല്ലാ വാർഡ് ലീഗിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയാണ് ഈ വർക്കിംഗ് കമ്മിറ്റി ബോഡി. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എന്നൊക്കെ അറിയാലോ. നമ്മുടെ മണ്ണാർക്കാട്ടത്തെ ലീഡർഷിപ്പിലെ അതുപോലത്തെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട്, നിയോജക മണ്ഡലം കീ പോസ്റ്റിലിരിക്കുന്ന ആളുകളുണ്ട്, സെക്രട്ടറിമാരുണ്ട്, ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന അംഗങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തക സമിതി ബോഡി. ആ ബോഡിയിലെടുത്തൊരു തീരുമാനമാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വരാനിരിക്കുന്ന നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളത്.